ഹലോ, വെൽക്കം ടു സിന്ധുജാസ് ഡെയിലി ഡാൻസ്. സോ ഇന്ന് നമ്മുടെ വണ്ടി കുട്ടന് ഒരു ഫ്ലാഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. സോ നമുക്ക് പോലെ തന്നെ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആണെങ്കിലും അതിന് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ വേണ്ടേ. സോ അതിൻ്റെ ഒരു വൈബ് കാണിക്കാനുള്ള ഡ്രസ്സും കാര്യത്തിലാണ്. ഒപ്പം നമ്മുടെ സിന്ധുജാസ് സാരി സ്റ്റുഡിയോ പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യണം. സാരി ഫാൻസി സ്റ്റുഡിയോ. അവിടുത്തെ ഒരു പ്രോഡക്റ്റ് എറണാകുളത്ത് ഒരു കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനുണ്ട്. അതും ഇന്ന് 80th ഇൻഡിപെൻഡൻസ് ഡേയിലാണ് നമ്മൾ ആ ശുഭകാര്യം ചെയ്യുന്നത്. ഇതിനു മുമ്പും പ്രോഡക്റ്റ്സ് പോകാറുണ്ട്, പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ. ഫ്രീഡം എൻജോയ് ചെയ്യാനൊരു അടിപൊളി ബേബി ഡോൾ ലിങ്കറി സെറ്റാണ് ഞാൻ കൊറിയർ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ബൈ, സ്റ്റേ ട്യൂൺഡ്. സോ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്. എറണാകുളത്തേക്ക് പോകുന്ന നമ്മുടെ സ്റ്റുഡിയോ പേജിൽ നിന്ന്. സോ ഞാൻ ഫ്രണ്ട് കാണിക്കുന്നില്ല, ഫ്രണ്ടിൽ അഡ്രസ്സ് ഉണ്ട്, കസ്റ്റമേഴ്സിന് പ്രൈവസി ഉണ്ട്. സോ ഈ ചടകത്തിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ എത്തിക്കാം. കൊറിയർ ഓഫീസ് അമ്പലമുക്ക് പ്രൊഫഷണൽ അവിടെ കൊണ്ടുപോയി എത്തിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. സ്റ്റേ ട്യൂൺഡ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അമ്പലമുക്കിലേക്ക് പോകുന്ന ഊളംപാറയിൽ അമ്പലമുക്കിലേക്ക് പോകുന്ന ഒരു കട്ട് റൂട്ടുണ്ട്. പലർക്കും അറിയാം. അവിടെ പോട്ട്സ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ടീ സ്റ്റോൾ. ആക്ച്വലി ഞാൻ നമ്മുടെ വണ്ടിക്കുട്ടൻ്റെ ഫ്ലാഗ് പോയിട്ട് റോഡിൽ നിൽക്കുന്നു. ആക്ച്വലി ഇന്ന് ഞാൻ ഇച്ചിരി ടാസ്കിലാണ്, ഒരു ചിന്താക്കുഴപ്പം. ഈ ഫ്ലാഗ് വെച്ച് ഞാൻ മെഡിക്കൽ കോളേജ് എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഹോട്ടലിൽ എത്തുന്ന ഫ്ലാഗ് അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഈ ടീ സ്റ്റാളിൽ നിന്ന് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഘുവായിട്ട് കഴിക്കാമെന്ന് വെച്ചു. ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേക്ക് എൻ്റെ ഫ്ലാഗ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. സോ എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു കോഫി കുടിച്ച് നൃത്തത്തിന് പോകാൻ വിചാരിച്ചു. നമ്മുടെ വണ്ടിയെക്കാട്ടി വലിയ മുതലാണ് ഫ്ലാഗ്. അത് ഊരിപ്പറക്കി വെക്കാൻ എനിക്ക് ടാസ്ക് ഇതിനകത്ത് കയറി. അപ്പോൾ ആ ടീ സ്റ്റാളിലെ ചേട്ടൻ പറഞ്ഞു അകത്ത് പോയി വീഡിയോ എന്ത് വേണേലും എടുത്തോളാൻ പറഞ്ഞു. എണ്ണയാണ്, പക്ഷേ ഇത് പിന്നെ എൻ്റെ ബലമായ സംശയം അദ്ദേഹത്തിന് അറിയാൻ ഞാൻ വ്ളോഗറാണെന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു മാർക്കറ്റിംഗ് ആവട്ടെന്നായിരിക്കും. സോ ഇത് ഹം ലോഗ് ഗോക്കോ സുനോസക്കോ എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്തു, കാരണം കോപ്പിറൈറ്റ് അടിക്കും ചാനൽ. സോ അതുകൊണ്ട് ഇതൊരു ടീ സ്റ്റാളും ആണ്, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കിട്ടും. ഒരു ഗാർഡൻ സെറ്റപ്പിലുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ ആ വഴി പാസ് ചെയ്ത് പോകുന്നവർക്ക് അറിയാം. എൻ്റെ ഡാൻസ് പ്രാക്ടീസ് സെഷൻ ക്ലാസ്സിലേക്ക് അവിടെ എത്തിയപ്പോൾ അവിടെ ഓൾറെഡി ഒരു കൊടിമഴ ഉണ്ട്. അവിടെ കൊടിയൊക്കെ നോട്ടി നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി റെഡിയായ കൊടി മാതാജി, ഇന്ത്യ മാതാജി നിൽക്കുന്ന പോലെ, അതും പൂക്കളൊക്കെ എടുക്കുന്നു. സോ ഞാൻ അത് ആ സ്പോട്ട് പോലും മിസ് ചെയ്തില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഇൻഡിപെൻഡൻസ് അപ്പിയറൻസ്? ഇൻഡിപെൻഡൻസിൽ ഇങ്ങനെയൊക്കെയല്ലേ വരാൻ പറ്റൂ, മാന്യമായിട്ടുള്ള ഡ്രസ്സസ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലുക്കിൽ, ആ ഒരു വൈബിൽ. സോ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ വൈബിലെത്തി. ഇതേ നമ്മുടെ മാതാജി, ഭാരത് മാതയുടെ കൊടി. ഇവിടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് ഇതൊരു ഹോളാണ് NSSൻ്റെ. രാവിലെ കഴിയുമല്ലോ. ആക്ച്വലി ഇതൊരു NSSൻ്റെ ഹോളാണ് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്. സോ അവിടെ ഈ കൊടി ഉയർത്തലൊക്കെ നേരത്തെ കഴിയുമല്ലോ. 7-8 മണിക്ക് രാവിലെ കഴിയും. സോ അതിൻ്റെ ബാക്കി കിടന്നിടം വേസ്റ്റ് ആക്കണ്ട. അതുപോലും ഞാൻ എൻ്റെ വ്ളോഗിലെടുത്തു. അതാണ് വാസ്തവികത. ഞാൻ ഒപ്പിയെടുത്തു ആ കൊടിമഴവും പൂജ ചെയ്ത സ്ഥലങ്ങളും അങ്ങനെ. സോ ഇനി ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് കൊറിയർ ഓഫീസിൽ പോകണം. കൊറിയർ ഓഫീസിൽ പോയി നോക്കണം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയിൽ ഉണ്ടോ ഇല്ലേ. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാ സുഫലാ മലയദ ശീതളാം. സോ എൻ്റെ യൂട്യൂബിലെ എല്ലാ ആൾക്കാർക്കും 80th ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നേരുന്നു. സിന്ധുജാസ് ഡെയിലി ഡാൻസിൽ യൂട്യൂബ് ചാനലിൻ്റെ വകയും സിന്ധുജയുടെ വകയും. സോ വിഷിംഗ് യു ഓൾ മൈ ഡിയർ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഹാപ്പി 80th ഇൻഡിപെൻഡൻസ് ഡേ ഫ്രം സിന്ധുജാസ് യൂട്യൂബ് ചാനൽ ഡാസിൽ ആസ് വെൽ ആസ് ഫ്രം സിന്ധുജ. എൻജോയ് യുവർ ഇൻഡിപെൻഡൻസ് ഡിയേഴ്സ്. സോ ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതായത് പ്രൂഫാണ്. ഇനി മൺഡേ അയക്കാൻ പറ്റും. ഐ ആം വെരി സോറി. മൺഡേ ഞാൻ അയക്കും തീർച്ചയായും, കാരണം നാളെ അവധിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ചില ഔട്ട്ലെറ്റുകൾ തുറന്നിരിക്കും. പിന്നെ എല്ലാവരും സ്വാതന്ത്ര്യം മുഖ്യമാണല്ലോ, വർക്കിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണെങ്കിലും. സോ ആ പോയിന്റിലാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് എൻ്റെ ജാക്കറ്റിന് ഞാൻ ഓഫ് കൊടുത്തു. മീൻസ് ജാക്കറ്റ് അറിയാതെ ഞാൻ വീട്ടിലിട്ടേച്ചിട്ട് പോയേ. സോ അത്യാവശ്യം മുഖം നമ്മുടെ മാസ്ക്ഡ് ഹെൽമെറ്റാണ്, പക്ഷെ കാലും കൈ ഇച്ചിരി ടാൻഡായി. സോ ഞാൻ എൻ്റേതായ ഒരു രസക്കൂട്ട് ചെയ്ത് വെച്ചു. സോ എൻ്റേതായ ഒരു ഫേസ് മാസ്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫേസിൽ ടാനിങ് വരില്ല, കാരണം ഞാൻ മാസ്ക് ഉള്ള ഹെൽമെറ്റ്, മറ്റേ കവേർഡ് ഹെൽമെറ്റിൽ ഉപയോഗിക്കുന്നു. പക്ഷെ കാൽപ്പത്തിയിൽ സോക്സും ഗ്ലൗസും, ഇവിടേക്കുള്ള ഗ്ലൗസും ഇവിടെ ആയപ്പോൾ ഞാൻ ഇച്ചിരി സ്കിൻ കോൺഷ്യസ് ആയതുകൊണ്ട് ലെറ്റ് മീ അപ്ലൈ ദാറ്റ് പേസ്റ്റ്. വെയിറ്റ്, കാലിൽ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. നാച്ചുറൽ ഒരു മാസ്ക്. ബാക്കി ഇങ്ങോട്ട് ലെഗിൻസ് ഉണ്ടായിരുന്നു. ഈ ഭാഗം മാത്രമായിരുന്നു ടാസ്ക്, പത്തി മാത്രം. ഈ കാലിലും ഇത്രയും ഭാഗമായിരുന്നു ടാസ്ക്. ടാൻഡായ ഏരിയ. നാച്ചുറൽ സാധനമാണ്.
ഇത് ആക്കിയിട്ട് വേണം എനിക്ക് ഫുഡ് അടിക്കാൻ ഉച്ചയ്ക്കൊക്കെ. ഇൻഡിപെൻഡൻസ് ഡേ ടാൻ, സോക്സിനും ജാക്കറ്റിനും ഡ്യൂട്ടിന്ന് ഞാൻ ഇൻഡിപെൻഡൻസ് കൊടുക്കും. ഇനി ഈ ഭാഗം ഇത്രയാണ് ടാൻഡായത്. അത് ആ ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ ഡ്രസ്സ് ഇച്ചിരി ഇത്രയും വരെ കൈ ഉള്ളതുകൊണ്ട് ടാസ്ക് ഇല്ല, അല്ലായിരുന്നെങ്കിൽ പണി കുറച്ചുകൂടെ പാളിയാണ്. ഉടൻ തന്നെ ഇടുന്നതുകൊണ്ട് ആ ഒരു ടാനിനൊരു ശമനം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പുറത്തെ കൈ ഇതൊക്കെ നന്നായിട്ട് ടാൻഡ് ആയിട്ടുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞൂടാ. ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ മതി. ഈ ബാക്കി ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി മുഖത്തെയും കൂടെ ഇടാം, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. കഴുത്തിൻ്റെ ഈ ഭാഗം അത്യാവശ്യം ബാക്ക് സൈഡ് ഇച്ചിരി ടാൻഡ് ആയിട്ടുണ്ട്. സോ അതും കൂടെ ടാക്കിൻ്റെ വിശേഷം ഞാൻ വേറൊരു ദിവസം പറഞ്ഞു തരാം. എങ്ങനെയുണ്ട്? സോ എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ വ്ളോഗ് ഇവിടെ തീരുന്നു. ഒരു സ്കിൻ കെയർ മുഖത്തൊന്നും എനിക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ടില്ല, പക്ഷേ ആക്ച്വലി പാക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നത്. ഓണത്തിൻ്റെ പുലികളിക്ക് പോകുന്നൊരു എഫക്റ്റ് ഉണ്ടല്ലേ. ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ, അത്യാവശ്യം. പിന്നെ ബാക്ക് സൈഡ് കഴുത്ത് സോ അത്രയൊക്കെ ഉള്ളൂ. മിക്കവാറും മുടിയിലാകും, ടാസ്ക് ആവും. ആയാൽ തന്നെ നമുക്കൊന്ന് കുളിക്കാം. ഈ സൈഡും ഉണ്ട് കേട്ടോ. സോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ജീൻ ബൂമ്പ വ്ളോഗ് അത്രയേ ഉള്ളൂ. സോ ഇതൊക്കെ സെറ്റായിട്ട് ഞാനൊന്ന് വാഷൊക്കെ ചെയ്ത് ഫുഡൊക്കെ അടിക്കട്ടെ. സോ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യൻ വ്ളോഗ് എടുക്കുന്നത്. എന്നാലും അടുത്ത വ്ളോഗിൽ കാണാം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. ബൈ.